പറഞ്ഞ കാര്യങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശോധനയാണ് 6 സോണുകളിലായി നടക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ സോണിൽ ഉൾപ്പെടുന്ന ടീമുകൾ NDRF, ഡോഗ് സ്ക്വാഡ് ആർമി, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, കേരള പോലീസ്, SOG, TN മെഡിക്കൽ ടീം, TN ഫയർ സർവീസ്, ഡോഗ് സ്ക്വാഡ് ആർമി. ഇത് 164 പേരെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് സോൺ 1-ൽ. സോൺ 2-ൽ കുറേ കൂടി കൂടുതൽ ആളുകൾ വേണ്ട ഏരിയയാണ്. നമുക്ക് കൂടുതൽ മൃതദേഹം ലഭ്യമാവാനുള്ള സാധ്യതയുള്ള ഭാഗമാണ് സോൺ 2. NDRF, ഫോറസ്റ്റ്, SOG, ആർമി, TN ഫയർ ആൻഡ് റിസ്ക് ആൻഡ് ഫയർഫോഴ്സ്, ഡോഗ് സ്ക്വാഡ്. ഇത് 341 സോൺ 2-ൽ. 341. സോൺ 3-ൽ NDRF, SOG, TN ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള പോലീസ്, ഫോറസ്റ്റ്, ഡോഗ് സ്ക്വാഡ് TN. അത് 122 ആണ്. TN തമിഴ്നാട് അല്ലേ? തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് പറഞ്ഞ TN എന്ന് പറയുന്ന അവസ്ഥ. സോൺ 4 ഫയർഫോഴ്സ്, NDRF, ആർമി, ഫോറസ്റ്റ്, K9 ഡോഗ് സ്ക്വാഡ് 266. സോൺ 5-ൽ ഫയർഫോഴ്സ്, ആർമി, ഫോറസ്റ്റ്, NDRF, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള പോലീസ് 112. സോൺ 6-ൽ ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, NDMA, ഡെൽറ്റ സ്ക്വാഡ്, NDRF 155. ഇങ്ങനെ 6 സോണുകളിലായി 1264 പേരെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അവരത് നല്ല നിലയിലാണ് ഇടപെടുന്നത്. 1264. ഇതിൽ നമ്മൾ മറ്റ് സംവിധാനങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിറ്റാച്ചി, JCB, ഇതൊക്കെ ഓപ്പറേഷന് വേണ്ടി. ഇപ്പോൾ സോൺ 1-ൽ ഇത് 3 നമ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പുഞ്ചിരിമട്ടം ഇത് 3 എണ്ണം. സോൺ 2 മുണ്ടക്കയിൽ ഇത് 2 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോൺ 3 സ്കൂൾ റോഡിൽ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് 14 ഹിറ്റാച്ചി JCB ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, 14 എണ്ണം. സോൺ 4 ചൂരൽ മലയിൽ 12. സോൺ 5 വില്ലേജ് ഓഫീസ് ഏരിയ, സോൺ 6 ഡൗൺ സ്ട്രീം ഏരിയയാണ്. അങ്ങനെ 31 എണ്ണം ഉപയോഗിച്ചു. പിന്നെ പ്രധാനമായിട്ടും ഇതിലിപ്പോൾ നമുക്ക് ഫീൽഡ് റിപ്പോർട്ടുകളും കുറേയേറെ കിട്ടിയിട്ടുണ്ട്. അതും വെച്ച് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കെഡവർ ഡോഗ്സിനെ പല സോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്.